ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്റ്റിൽ കൊടൈക്കനാലാണ്. നമ്മുടെ ഈ ഒരു യാത്രയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു 5 to 10 നല്ലൊരു പ്രോപ്പർട്ടീസ് കൊടൈക്കനാലെ പരിചയപ്പെടുത്തുക എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി ഇതൊരു മലയാളി നടത്തുന്ന പ്രോപ്പർട്ടിയാണ്. പുള്ളിക്കാരൻ ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ട്, ഫാമിലിയായിട്ട് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നല്ല പ്രോപ്പർട്ടിയാണ്. ഇവിടെ മൊത്തത്തിൽ 6 പ്രീമിയം ബെഡ്റൂംസ് ഉണ്ട്. ബാക്കി ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതും വരുന്ന ഓൾമോസ്റ്റ് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പല്ലങ്കിയിലേക്ക് പോകുന്ന റൂട്ടിലാട്ടോ. ആ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്ന വൈറ്റ് ബിൽഡിങ്സ് എല്ലാം സ്റ്റെർലിംഗ് റിസോർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വില്ല. ഞാൻ താഴെ പോയി കാണിച്ചു തരാം. നല്ല രസമുള്ളൊരു വില്ലയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. ഓൾറെഡി ഈ സ്ഥലം എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണ്. അതുകൊണ്ട് നല്ല വ്യൂ ആട്ടോ. ഇവിടെ നല്ല ചെടികളും പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് പ്രോപ്പർട്ടി, കണ്ടില്ലേ? ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു കയറി വരുന്നൊരു സ്റ്റെയർ കേസും കാര്യങ്ങളും കേട്ടോ. താഴെ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളും. ഞാൻ താഴേക്ക് ഇപ്പോൾ പോവാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇവിടെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ലിവിങ് സ്പേസ്. അവിടെ ഈ ഒരു ഇത് കണ്ടോ, ഇതെന്തോ മറ്റേ എംബ്രോയിഡറി പോലെ ചെയ്തേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. ഭയങ്കര മിനിമലായിട്ടുള്ള ഫർണിച്ചറാണ് കേട്ടോ. പക്ഷേ എന്നാൽ നല്ല ക്ലാസ് ആയിട്ടുണ്ട്, നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവിടെ വരുമ്പോൾ സിങ്ക് വരുന്നുണ്ട്, ഒരു വാട്ടർ പ്യൂരിഫയർ, കെറ്റിലുണ്ട്, പിന്നെ സോൾട്ട്, ഷുഗർ, കോഫി പൗഡർ എല്ലാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവർ ഇവിടെ പിക്കിള് സെയിൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന പിക്കിളാണ്. അതായത് പക്ക ഹോം മെയ്ഡ് പിക്കിളാണ്. ഇവർക്ക് ഇപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 8 years ആയി. അതായത് നോൺ വെജ് എല്ലാ ടൈപ്പ് പിക്കിൾസും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാം, അല്ലാണ്ട് നമുക്ക് ഓൺലൈനിലും വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു ചെടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. പക്ഷേ നമുക്ക് ഈ 2 ബെഡ്റൂമിൽ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ടോപ്പിലെ ബെഡ്റൂംസാണ്. ഇവിടെ മൊത്തം 4 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഇതൊരു കോമൺ ഏരിയ കേട്ടോ. ഇവിടെ ബുക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വായിക്കാം. ഇതാണ് നമ്മുടെ റൂം. കേർട്ടൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റോ ഒന്നും ഇടണ്ട. ഈ ഒരു വിൻഡോൻ്റെ സൈസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു ഫുൾ വാളിൻ്റെ സൈസിലുള്ളൊരു വിൻഡോയാണ്. ഇവിടെ നോക്കിയാൽ ഈ ഏരിയ മൊത്തം കാണും. നോക്കി, ഇതുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ നല്ല അന്യായ വ്യൂ ആയിരിക്കും. നല്ല കംഫി ആയിട്ടുള്ള ബെഡാണ്. പ്രോപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ ഇതിൻ്റെ വാഷ്റൂം വരുമ്പോൾ ഇതാണ് വാഷ്റൂം വരുന്നത്. ഒരു മിററുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു കബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ കാഴ്ചകൾ. ഓൾമോസ്റ്റ് റൂംസ് എല്ലാം സെയിമാണ്. എന്നാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് മുകളിലത്തെ നിലയിൽ വരുന്ന 2ാമത്തെ റൂം. റൂമിൻ്റെ സ്പേസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആട്ടോ. അത്യാവശ്യം സ്പേസുള്ള റൂമാണ്. കൺജസ്റ്റഡ് ഒന്നുമില്ല. നിങ്ങൾക്കൊരു 2 to 3 മെമ്പേഴ്സിന് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഒത്തിരി അതായത് എക്സ്പെൻസീവ് ആയിരിക്കും. എക്സ്പെൻസീവ് മീൻസ് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, എന്നാൽ കുറച്ച് ഒരു പ്രൈസൊക്കെ വരുന്നൊരു അത്യാവശ്യം കുറച്ചൊരു പ്രീമിയം ലെവലിൽ ചെയ്തേക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ മൊത്തത്തിൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഞാൻ അതിലേക്ക് വരാം. കണ്ടോ, ഇതിപ്പോൾ റൂംസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് റൂം വരുന്നത്. ഇത് കണ്ടോ, മെയിനായിട്ടുള്ള വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൺലൈറ്റ് റൂമിലേക്ക് വരുന്ന ജസ്റ്റ് ഈ കേർട്ടൻ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്. എനിക്ക് ഈ റൂമിലേക്ക് കയറുമ്പോൾ എനിക്ക് ഫസ്റ്റ് അത് ഫീൽ ചെയ്തത്. നമ്മൾ കേർട്ടൻ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് ഓപ്പൺ ചെയ്യണമെന്നില്ല. നല്ല സൺലൈറ്റും കാര്യങ്ങളും, നമുക്കൊരു വേറെ ലൈറ്റ് ഇടേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. ലൈക്ക് ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, കിച്ചൺ ഫെസിലിറ്റി, ഹോംലി ഫുഡ്, ഓക്കെ, എല്ലാം ഇവരോട് അറേഞ്ച് ചെയ്ത് തരും. വൺസ് നിങ്ങളോട് സ്റ്റേ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഇവർ നോക്കിക്കോളും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്, ഉള്ളിൽ വരുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്ന നല്ല രസമുള്ളൊരു ഏരിയയാണ് ഇത്. ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ ഡൈനിങ് ഏരിയ. ഓക്കെ, ഇവിടെ 2 ചെയറൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ്. ഇവിടെ ഒരു സിങ്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നമ്മുടെ ബാർബിക്യൂവിൻ്റെ ഗ്രില്ലും കാര്യങ്ങളാണ്. ആൻഡ് ദിസ് ഈസ് അവർ ക്യാമ്പ് ഫയർ ഏരിയ. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയർ ഏരിയ. ഇതും നല്ല രസമായിട്ടാട്ടോ ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഈ ഫുൾ വ്യൂ എൻജോയ് ചെയ്തിട്ട് നമുക്കിവിടെ ക്യാമ്പ് ഫയർ അടിച്ചിരിക്കാം. നോക്കിയേ, അടിപൊളിയല്ലേ. നല്ല ഹൈറ്റിലാണ്, ലൈക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹില്ലിലുള്ള പ്രോപ്പർട്ടീസിനെക്കാട്ടിയും ഹൈറ്റിൽ നിൽക്കുന്ന പ്രോപ്പർട്ടി ആട്ടോ. നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഭയങ്കര ഇവിടെ ആംബിയൻസ് ഭയങ്കര രസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നല്ല ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് മൊത്തത്തിൽ ഇവിടെ വരുന്നത് 6 ബെഡ്റൂംസ് ആട്ടോ. അതായത് നിങ്ങൾ അറ്റ് എ ടൈം ഒരു 10 to 15 അല്ല, ഒരു 16 to 18 മെമ്പേഴ്സിനൊക്കെ ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നേരെ നമുക്ക് താഴെ നിന്നുള്ളൊരു ആംബിയൻസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വോളും കൺസ്ട്രക്ഷനൊക്കെ ചെയ്തേക്കുന്ന ഈ വെട്ടുകല്ലിലാട്ടോ. സോറി, വെട്ടുകല്ല് കരിങ്കല്ലിലാണേ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു പഴമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാസി ലുക്ക് കിട്ടും. ഇവിടെ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടോ, പക്ഷെ ഇതൊക്കെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭയങ്കര രസമാണ്. ഇവിടെ ഏത് പ്രോപ്പർട്ടി പോയാലും ഫ്രണ്ടിലൊക്കെ ഫുൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി ഇവരുടെ വീട് പോലെ തന്നെയാണ് നോക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ 150% സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പോലെ ഇവിടെ താമസിക്കാം. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഭയങ്കര രസമായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി. ആക്ച്വലി നമ്മൾ ഇവിടെ ഏറ്റവും ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ പോലും ഇത് നല്ല ഹൈറ്റിലാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ കയറിയുള്ള വ്യൂ ഞാൻ പറയണ്ടല്ലോ, ഞാൻ കാണിച്ചു തന്നില്ലേ. അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി ഈ 2 സ്റ്റെപ്പ് കയറണമെന്നുള്ളൂ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട്. പിന്നെയുള്ള വൈബ് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോപ്പർട്ടി അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ലൈക്ക് കുറച്ച് എക്സ്പെൻസീവ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ല. പക്ഷേ നല്ല പ്രോപ്പർട്ടിയാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്തായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന അതാണ്, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഫാമിലിക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്. ഫാമിലി മാത്രമൊന്നുമല്ല, ഈവൻ ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒന്ന് താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വേറൊരു നല്ല പ്രോപ്പർട്ടീൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.